ഇവിടെയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തുടരെ ഇപ്പം ഈ ആഴ്ചകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണിത്. ഇതിൽ 5-ാം തീയതി രാവിലെ 2 ഡ്രോൺ അറ്റാക്ക് ഇറാൻ അസർബൈജാൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള അപ്ഡേറ്റ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ സംഭവം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അസർബൈജാൻ്റെ നെക്ഷിവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആ എയർപോർട്ടിലാണ് ഈ 2 മിസൈലും പോയി പതിച്ചിരിക്കുന്നത്. അതിലൊന്ന് തൊട്ട് വെളിയിൽ ഒരു സ്കൂളിൻ്റെ പരിസരത്താണ് പോയി പതിച്ചിരിക്കുന്നത്, മറ്റൊന്ന് എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ തന്നെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പം പല രീതിയിലുള്ള റൂമേഴ്സും പല കെട്ടുകഥകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതായത് CIA, അതുപോലെ മൊസാദ്, ഇവരൊക്കെ അസർബൈജാനെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഇറാൻ്റെ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. കുർദിഷ് റീജിയനെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 ഇറാൻ ഷാഹിദ് കാറ്റഗറിയിൽപ്പെട്ട ഡ്രോണുകളാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പം അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പം അസർബൈജാൻ ഇപ്പം ഈ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടി വരുമോ എന്ന് വെച്ചാൽ അവർ വരാനൊന്നും പോകുന്നില്ല. അവരുടെ രാജ്യത്തിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഇറാന്റെ സൈഡിൽ നിന്ന് വരരുത് എന്നുള്ള ഒരു താക്കീതും കൂടി അസർബൈജാൻ നൽകുന്നുണ്ട് ഇറാന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അസർബൈജാൻ ഇറാനിയൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അസർബൈജാന്റെ ഉള്ളിൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, എന്ത് റീസൺ, അതിന്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഡിപ്ലോമാറ്റിക്, അതേപോലെ ഒരു ഒഫീഷ്യൽ കോൺവെർസേഷൻ മാനറിലാണ് അസർബൈജാൻ ഇറാനുമായിട്ട് ഈ കോൺവെർസേഷൻ നടത്തിയിരിക്കുന്നത്. ആ ഒരു മാന്യമായിട്ടുള്ള ഇടപെടലാണ് അസർബൈജാൻ നടത്തിയിരിക്കുന്നത് ഇറാനുമായിട്ട്. ഇനി ഇതിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നാൽ അസർബൈജാൻ ഒരു പക്ഷേ രംഗത്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ ഇറാഖിൽ എർബിൽ ആ മേഖലയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പവർ കട്ട് ഓഫ് ആണ്. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട്. അതുപോലെ എർബിലുള്ള അമേരിക്കൻ ബേസിൽ തുടരെ ഇന്ന് കാർഗോ ഷിപ്മെന്റ്സ് അമേരിക്ക ഇറക്കിയിട്ടുണ്ട്. അതിൽ ഡ്രോൺ സംവിധാനങ്ങൾ, അതേപോലെ ആക്രമണം നടത്താനുള്ള ഫൈറ്റർ ജെറ്റുകൾ, ഇത്തരത്തിലുള്ള പുതിയൊരു സെറ്റപ്പ് ആ മേഖലയിൽ അമേരിക്കൻ എർബിൽ എയർബേസിനെ ശക്തിപ്പെടുത്തുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ബേസ് റെഡിയാക്കി എടുക്കുകയാണ്. കാരണം ആ ബേസ് വളരെയധികം എഫക്റ്റീവായിട്ട് അമേരിക്ക ഉപയോഗപ്പെടുത്തിയില്ല. ജസ്റ്റ് ഡ്രോണുകൾ, MQ-9 റീപ്പർ ഡ്രോണുകളാണ് അവിടെ മൊത്തത്തിൽ കൊണ്ട് വെച്ചിരുന്നത്. അത് ജസ്റ്റ് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് സർവൈലൻസിന്റെ പരിപാടിക്കാണ് അവിടെ കൊണ്ട് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം ആ മേഖലയിലുള്ള ഇറാൻ അനുകൂലികളായിട്ടുള്ള ഷിയ മിലീഷ്യ ഗ്രൂപ്പുകളെ വെച്ചിട്ട് ഇറാൻ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെഡ്ജിൽ തയ്യാറാവുകയാണ് എർബിലിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ എയർബേസ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാപ്പിൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് ഇറാഖിൻ്റെ ഉള്ളിൽ. ഈ ഇറാന്റെ IRGC ഭരണകൂടം ഈ മിലീഷ്യ ഗ്രൂപ്പുകളെ ഫീഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവർക്ക് മിലീഷ്യ ഗ്രൂപ്പുകളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുർദിഷ് ടീമുകളെ അവിടെ ബിസിയാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഇറാന്റെ ബോർഡർ കടന്ന് ഇപ്പുറത്തേക്ക് കൂടുതൽ വരില്ല. അതാണ് ആ ഒരു ഫോർമുല. ആ ഫോർമുലയാണ് IRGC അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനുള്ള പണി ഇപ്പോൾ അമേരിക്ക ഉടനെ തന്നെ കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ നിന്നും ഇത്രയും കാർഗോ വിമാനങ്ങൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് UK-യുടെ ഒരു ഓയിൽ ടാങ്കർ ഫ്ലീറ്റിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആ ഏരിയയിൽ 23,000 ജോലിക്കാർ, ശരിക്കും ഈ ഓയിൽ ടാങ്കറുകളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, ഈ അവിടെ നിർത്തി വെച്ചിരിക്കുന്ന ആങ്കർ ചെയ്തിരിക്കുന്ന കപ്പലുകളിൽ മൊത്തത്തിൽ 23,000 ജോലിക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഈ ഷിപ്പ് ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ പൂർത്തിയാക്കി പലരും പല സ്ഥലങ്ങളിൽ എത്തേണ്ട ആൾക്കാരാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ, അതേപോലെ എണ്ണ കൊണ്ടുവരുന്ന കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 36 ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിലുള്ള തൊഴിലാളികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1074 പേരാണ്. 1074 പേര് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ പുതിയൊരു പ്രഖ്യാപനം, അതായത് ഞങ്ങളുടെ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പുകൾ കടന്നു പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾ കടന്നു പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്നാണ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ഷിപ്പ് ഒരു രീതിയിലും ഇസ്രായേലും അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഷിപ്പുകൾ കടന്നു വരുന്നെങ്കിൽ അവരടിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് ചരക്ക് കൊണ്ടുവരുന്ന കപ്പൽ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അത് US-ലോ ഇസ്രായേലിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ബേസ് ചെയ്യുന്ന ഇസ്രായേൽ കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധത്തിൽ അമേരിക്കൻ കമ്പനികളുമായിട്ടോ ഇതിന്റെ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിനെ അറ്റാക്ക് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു, അങ്ങനെ നമുക്ക് കണ്ണും പൂട്ടി വരാൻ പറ്റില്ലല്ലോ.
അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 36 ഷിപ്പുകളും അത് ഇന്ത്യയുടെ ഷിപ്പുകളായിരിക്കില്ല, അതൊക്കെ തേർഡ് പാർട്ടി കമ്പനികളുടെ ഷിപ്പായിരിക്കും. അപ്പോൾ ഈ കമ്പനികളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചകഞ്ഞ് പിടിച്ചിട്ട് അവർ ഇതിനെ അറ്റാക്ക് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർച്ച് 3-ാം തീയതി ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വെച്ചിട്ട് ആക്രമിച്ച കപ്പലിൽ ഉണ്ടായിരുന്ന 2 ഇന്ത്യക്കാർ, ആ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത. പോളണ്ട് ബിൽക്കിവി സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും അതേപോലെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളിൽ നിന്നൊക്കെ പോളണ്ട് സിറ്റിസൺസ്, അവരുടെ പൗരന്മാരെ തിരികെ അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിന്റെ തീവ്രത മാർച്ച് 1-ാം തീയതി മുതലുള്ള ചാർട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ ചാർട്ട് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി 28-ാം തീയതി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ 350 ഫയറിംഗ് ആണ് അവർ നടത്തിയത്, ഇൻക്ലൂഡിങ് മിസൈൽ പ്ലസ് ഡ്രോൺ രണ്ടും കൂടി ചേർത്തിട്ട് 350. അത് മാർച്ച് 1-ാം തീയതി ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ഡേ ഓഫ് വാർ, ആ 2-ാമത്തെ ദിവസം അത് കുറച്ചുകൂടെ കൂടുന്നുണ്ട് എഫക്റ്റീവായിട്ട്. ഏതാണ്ട് 550 ആക്രമണങ്ങളാണ് അവർ നടത്തിയത്. 550. ഇതെല്ലാം തന്നെ അറ്റൈൻ ചെയ്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്രമണങ്ങളല്ല, തികച്ചും ഇപ്പുറത്തെ സൈഡിൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മെജോറിറ്റി പോർഷൻസ് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ തുച്ഛമായ രീതിയിലാണ് അവർക്ക് സക്സസ് റേറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 24-25% ആണ് അവരുടെ സക്സസ് റേറ്റ്. 75% അവരുടെ ഡിപ്ലോയ്മെൻറ്റ്സ് എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി യുദ്ധത്തിൻ്റെ 3-ാം ദിവസം അവർ ടോട്ടലി വിന്യസിച്ച മിസൈൽ പ്ലസ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 എണ്ണമാണ്. അതുപോലെ മാർച്ച് 3-ാം തീയതി 4-ാമത്തെ ദിവസം, യുദ്ധത്തിൻ്റെ 4-ാം ദിവസം അത് 300 കുറയുന്നുണ്ട്. മാർച്ച് 4-ാം തീയതി അത് 200 ചുരുങ്ങി. മാർച്ച് 5-ാം തീയതി ശരിക്കും രാവിലെ മുതൽ ഏതാണ്ട് ഒരു ഉച്ച വരെ വെറും 45 മിസൈൽ പ്ലസ് ഡ്രോൺ ആണ് അവർ ഡിപ്ലോയ് ചെയ്തത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ആ ഒരു ശൈലി ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പൊതുവിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ, അതുപോലെ അവരുടെ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള പടക്കോപ്പുകളായിക്കോട്ടെ, ഇതേപോലെ ലോഞ്ച് പാഡുകളായിക്കോട്ടെ, ഇതൊന്നും തന്നെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പുറത്തെടുത്താൽ ഇസ്രായേൽ അടിക്കും. അതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒരു ഒളിച്ചുകളി നടത്തുകയാണോ, അതായത് ഇടക്കാലത്തേക്ക് ഒരു ബ്രേക്ക്, ഇസ്രായേൽ എപ്പം ഒരു ഗ്യാപ്പ് കൊടുക്കുന്നോ ആ ഗ്യാപ്പിൽ ചെറപറാന്ന് വെളിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് മിസൈൽ ഡിപ്ലോയ്മെന്റ് നടത്താം എന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസ്രായേൽ ഇന്നലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് മിസൈലുകൾ വരും, വേവ്സ് ആയിട്ട് പല ഘട്ടങ്ങളിൽ വരും. പണ്ടത്തെ പോലെ തുരിതരായി ഇറാൻ മിസൈൽ വിടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം അത്തരത്തിൽ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഇറാന്റെ മേളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. അവർ ലോഞ്ച് പാഡുകൾ പുറത്തെടുക്കുമ്പോഴേ അതിനെ അടിച്ച് നശിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓവറോൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 735 മിസൈലുകൾ ടോട്ടലി ഇതുവരെ അവർ വിന്യസിച്ചിട്ടുണ്ട്. 735 സോഫാർ, പ്ലസ് 25 ക്രൂസ് മിസൈലുകൾ, 1745 ഡ്രോണുകൾ. ഇതെല്ലാം തന്നെ 85% ഇതെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഉള്ളിൽ 50% മിസൈൽ ലോഞ്ചേഴ്സ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട്. 1000-ലധികം IRGC ഉദ്യോഗസ്ഥർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ടോട്ടലായിട്ട് എക്സാക്ട്ലി പറയുന്നത് 1275 പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. പൊതുവേ ഇറാനിൽ ഇന്ന് ആക്രമണം നടത്തിയ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ആ മാപ്പിൽ കൃത്യമായിട്ട് ബ്ലൂ ഡോട്ട് ഇട്ടിരിക്കുന്ന ഇറാന്റെ ഉള്ളിൽ ബ്ലൂ ഡോട്ട്സ് എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തി 5-ാം തീയതി. അതുപോലെ അമേരിക്കയുടെ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ E3A നാറ്റോയുടെ ഒരു സർവൈലൻസ് ഫോഴ്സ് ഇറാനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. E3 US എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് ഇറാന്റെ മേളിൽ സർവൈലൻസിന് ഇറാന്റെ മേളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. U2S എന്ന് പറഞ്ഞിട്ട് US എയർഫോഴ്സ് തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. തുർക്കിയിലാണ് E3യുമായിട്ട് ബന്ധപ്പെട്ട ആ അവാക്സ് എന്ന് പറയുന്ന ആ റഡാർ സംവിധാനമുള്ള ആ എയർക്രാഫ്റ്റ് തുർക്കിയിലാണുള്ളത്. തുർക്കിയിൽ നിന്നാണ് അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത് ഇറാനെ. അതുപോലെ RQ-4D എന്ന് പറഞ്ഞിട്ടുള്ള നാറ്റോയുടെ ഇതേപോലെ സർവൈലൻസ് സംവിധാനവും അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിരീക്ഷണങ്ങൾ ഇറാനെ ചുറ്റിപ്പറ്റി അമേരിക്ക സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതന്നെ ഒരു നെറ്റ്വർക്കാണ്. ഇതെല്ലാം തന്നെ ഒരു നെറ്റ്വർക്കാണ്. ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ മാപ്പിൽ മനസ്സിലാക്കാൻ പറ്റും. തുർക്കിയിൽ വെച്ചിരിക്കുന്നത് ശരിക്കും ഇത്രയും ഏരിയ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഏരിയ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുവൈറ്റിൽ ആ സർവൈലൻസും ഈ മെഷർമെന്റ്സ് എല്ലാം ബ്രീച്ച് ചെയ്തുകൊണ്ട് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നു.
മിസൈലുകളൊക്കെ പരമാവധി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഡ്രോണുകളാണ് ഇതിനകത്ത് സക്സസ് റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. US-ന്റെ 2S എന്ന് പറയുന്നത് ആ സർവൈലൻസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇറാഖിലാണ്. പിന്നെ ഖത്തറിന്റെ അൽ-ഉദൈദ് എയർബേസിലാണ് മറ്റൊരു സർവൈലൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ തൊട്ട് താഴെയുള്ള ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ ഒമാന്റെ ഭാഗത്ത് ഒരു സർവൈലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇറാനെ പൂർണ്ണമായിട്ടും ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ത്രൂ ഔട്ട് ആ ഏരിയയാണ് അമേരിക്ക അവരുടെ വലയത്തിൽ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്ക അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ അമേരിക്ക നടത്താൻ പോകുന്നത്. യൂറോപ്പ് ആണെങ്കിൽ കിളിപോയ അവസ്ഥയിലാണ്. ഇത് കാരണം വേറെ ഒന്നുമില്ല, യൂറോപ്പിന് പൂർണ്ണമായിട്ടും ഇറാനെ എതിർത്തുകൊണ്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണൊക്കെ വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറായി വന്നതാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെഡിറ്ററേനിയൻ ഓഷ്യനിൽ ചെന്നിട്ട് അവരുടെ വാർഷിപ്പിനെ കൃത്യമായിട്ട് സൈപ്രസിൻ്റെ തൊട്ടടുത്ത് ഡോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് യൂറോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പം എക്സാക്ട്ലി അവർ റെഡ് സീയിൽ വരുന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. റെഡ് സീയിൽ വരാതെ ഇപ്പോൾ അവർ മുങ്ങി സൈപ്രസിൻ്റെ അവിടെ പോയിരിക്കുകയാണ്. ഇനി സൈപ്രസിലേക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൈപ്രസിൽ UK-യുടെ ബേസ് ഉണ്ട്. സൈപ്രസിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് UK അവരുടെ വാർഷിപ്പിനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് UK-യിലെ കീർ സ്റ്റാർമർ ആ ഷിപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്, ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് അയക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ പുള്ളിക്കാരൻ മുങ്ങി. ഈ മുങ്ങിയതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് കീർ സ്റ്റാർമർ ഒരു ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അങ്ങനെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇൻഫാക്ട് ഹമാസിനെ അനുകൂലിക്കുന്ന അതുപോലെ ഈ തീവ്രവാദ സംഘടനകളൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. അതായത് എപ്പോഴും ഈ കൊടിപൊക്കി സമരം നടത്തുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഓവർവെൽംഡായി കീർ സ്റ്റാർമർ. അപ്പോൾ അവിടെ ഇഫ്താർ പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തരത്തിലും ഇറാനെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു പക്ഷേ സത്യമാവാം, ഇല്ലെങ്കിൽ നറേറ്റീവ് ആവാം. പക്ഷേ എന്നിരുന്നാലും സ്റ്റാർമർ ഇപ്പം വാർഷിപ്പിനെ അയക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ UK, ഫ്രാൻസ് ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം തന്നെ വൻതോതിൽ റെഫ്യൂജികളുണ്ട്. അതെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് റെഫ്യൂജികളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇതിലെല്ലാം ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് കൊടിയും പൊക്കി നടന്ന റെഫ്യൂജികളാണ് ഏറ്റവും കൂടുതൽ. അപ്പം അഥവാ ഇനി യൂറോപ്പ് ഇങ്ങനെ മാറി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന യൂറോപ്പ് ഇനി ഇറാനെതിരെ നിലപാടെടുത്തുകൊണ്ട് അവരുടെ രാജ്യത്തിനുള്ളിൽ ഒരു കലാപം, അവിടെ ഒരു ഇന്റർണൽ കലാപം ഉണ്ടാവാനുള്ള സാഹചര്യത്തിന് വഴി ഒരുക്കരുതെന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ശരിക്കും യൂറോപ്പിന്റെ ഉള്ളിൽ മൊത്തത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടും, അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് അവർ ഐലൻഡ് ആയിട്ട് മുങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു വ്യക്തി, മാർക്ക് റട്ടെ എന്ന് പറയുമ്പോൾ നാറ്റോയുടെ ചീഫ്, എന്ത് വില കൊടുത്തും യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളെയും എങ്ങനെയെങ്കിലും ഈ വാറിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടെടുത്തുകൊണ്ട് രംഗത്തിറങ്ങാൻ, അതായത് യുദ്ധത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല രാജ്യങ്ങളും വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പെയിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ എയർബേസ് നിങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, കോമ്പാറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട എന്നാണ്. അപ്പോൾ ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കോമ്പാറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ബേസ് എന്തിനാണ്? ഒരാവശ്യമില്ല. കാരണം ഈ കോമ്പാറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം അവിടേക്കും മിസൈൽ ഡ്രോണുകളൊക്കെ എത്തിയാലോ എന്നുള്ളൊരു പേടി. സ്പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് റെഫ്യൂജികളുണ്ട്. എവിടെ നിന്നൊക്കെ ആക്രമണങ്ങൾ തുടങ്ങും എന്നുള്ളത് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളല്ല, ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള റെഫ്യൂജികൾ തന്നെ അവിടെ അടിച്ചു പൊട്ടിക്കും. അത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഫ്ലെക്സിബിലിറ്റി അല്ല, ഇത് ഒളിച്ചോട്ടാണ്. ഇറാന്റെ ഉള്ളിലുള്ള സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും IRGC ഉദ്യോഗസ്ഥർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ താവളമായിട്ട് കരുതിക്കൊണ്ട് അവരുടെ മീറ്റിങ്ങുകളെല്ലാം ഇപ്പം അങ്ങോട്ട് മാറ്റാണ്. സ്കൂളുകൾ, അതുപോലെ തന്നെ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും. കാരണം ഇതൊക്കെ തന്നെ എമർജൻസി ഏരിയകളാണ്. ഇവിടെയൊന്നും അത്ര എളുപ്പത്തിൽ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കില്ല. കാരണം വേറെ ഒന്നുമില്ല, IRGC ഉദ്യോഗസ്ഥർ എവിടെ മീറ്റിംഗ് സംഘടിപ്പിച്ചാലും ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ചോർന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഇന്നും IRGCയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ഇപ്പോഴാണ് ഒരു വിഷയം നമുക്കിവിടെ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. ഇസ്രായേൽ ആദ്യം ആക്രമണം നടത്തിയപ്പോഴത്തേക്കും 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡൗട്ടിൽ സംഭവിച്ച ആക്രമണമാണോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുന്നത്. കാരണം ഈ IRGC ഉദ്യോഗസ്ഥർ ഈ സ്കൂൾ, ഹോസ്പിറ്റൽസ് ഒക്കെ തിരഞ്ഞെടുത്ത് മീറ്റിംഗ് നടത്തുന്നു. അവർക്ക് സേഫായിട്ട് മീറ്റിംഗ് നടത്താനുള്ള സുരക്ഷാ താവളങ്ങളായിട്ട് സ്കൂളുകളെയും ആശുപത്രികളെയും മാറ്റുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ
മൊസാദിന് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാം. അതിനെ തുടർന്നാണ് അവർ ഒരു രീതിയിലും മിസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളെ ടാർഗറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്കൂൾ ആക്രമിച്ച വിഷയത്തിൽ 165 കുട്ടികൾ മരണപ്പെട്ട വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയാണ് പറഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ റിസൾട്ടുകളൊക്കെ എങ്ങനെയാവും എന്നുള്ളത് ഓൾറെഡി തന്നെ അറിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷേ എന്നാലും ഈ എലിഗേഷൻ വരുന്നത് ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇറാന്റെ ഉള്ളിൽ ഒരു സ്കൂളിന്റെ കറസ്പോണ്ടന്റ് ഈ വിഷയം ആ സ്കൂളിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, അതേപോലെ തന്നെ ആശുപത്രികൾ, ഇതൊന്നും തന്നെ ഇങ്ങനെ പൊതുജനങ്ങൾ സന്ദർശിക്കുന്ന, പൊതുജനങ്ങൾക്ക് അത്യാവശ്യ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സർവീസ് നടത്തുന്ന ജനസേവന കേന്ദ്രങ്ങളാണിത്. ഇവിടെ അധികൃതർക്ക് വന്ന് മീറ്റിംഗ് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളല്ല എന്നുള്ള രീതിയിൽ അയാൾ ആ സ്കൂളിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിക്കുന്ന ഒരു വീഡിയോ ലീക്കായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം കുറച്ചുകൂടെ ഓപ്പണായിട്ട് പുറം ലോകത്തേക്ക് വരുന്നത്. ട്രംപ് ആണെങ്കിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും ഒഴിവാക്കണ്ട, ഇൻക്ലൂഡിങ് മുജ്തബ ഖൊമേനിയാണ് അടുത്ത് അവിടെ സക്സസറായിട്ട് സുപ്രീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് IRGCയിൽ മെജോറിറ്റി സപ്പോർട്ടുള്ളത് മുജ്തബ ഖൊമേനിക്കാണ്. മുജ്തബ ഖൊമേനി എന്ന് പറയുന്നത് ആയത്തുള്ള ഖൊമേനിയുടെ മകനാണ്. അപ്പം ഇയാളും ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്. ഇറാൻ ആണെങ്കിൽ തുടരെ ആക്രമണങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും 5-ാം തീയതി വൈകുന്നേരം ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെ എത്ര മിസൈലുകൾ, എന്തൊക്കെ ആക്രമണങ്ങൾ, എവിടെയൊക്കെ പതിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ തീർച്ചയായിട്ടും കുറച്ച് ടൈം എടുക്കും അത് പുറത്തറിയാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ പറഞ്ഞിരിക്കുന്ന മിസൈലുകളുടെ കണക്കെന്ന് പറഞ്ഞാൽ 5-ാം തീയതി ഉച്ച വരെയുള്ള കണക്കാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, അപ്പോൾ 5-ാം തീയതിയിലത്തെ ടോട്ടൽ കണക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ആ വിഷയം ഉൾപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.